ആലിലെ താലി രണ്ടാം ഭാഗം. രചന സീതാകൃഷ്ണ. അവതരണം നന്ദു കൃഷ്ണ. ഗോവിന്ദന്റെ വിളി കേട്ട് ഹരി തിരിഞ്ഞു നോക്കി. അയാളുടെ കൂടെ അനുവിനെ കണ്ട് പെട്ടെന്ന് ആ മുഖം ഒന്ന് തെളിഞ്ഞു. ആ നിമിഷം തന്നെ അത് മങ്ങി. അയാൾ അവരുടെ പിന്നിലേക്ക് കണ്ണുകൾ പായിച്ചു. അത് കണ്ട് ഗോവിന്ദ് പറഞ്ഞു, ഇല്ല ഹരി, നീ പ്രതീക്ഷിക്കുന്ന ആള് ഇപ്പോഴും വന്നിട്ടില്ല. പക്ഷെ നീ പേടിക്കണ്ട, ഞാൻ അവളെ നിന്റെ അരികിലെത്തിക്കും. ഇതെന്റെ വാക്കാണ്. നീ നീ തളരരുത് ഹരി. അവൾക്ക് കുറച്ച് സമയം കൂടി കൊടുക്കാൻ നമുക്ക്. എല്ലാം അറിയുമ്പോൾ അവൾ നിന്നെ മനസ്സിലാക്കും, എനിക്ക് ഉറപ്പുണ്ട്. ഹരി വേദനയോടെ അനുവിനെയും ഗോവിന്ദനെയും മാറി മാറി നോക്കി. പിന്നെ ഒന്നും മിണ്ടാതെ തിരിഞ്ഞ് ജനലിനരികിലേക്ക് പോയി പുറത്തേക്ക് നോക്കി നിന്നു. അനു എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ രണ്ടുപേരെയും നോക്കി നിന്നു. കുറച്ചു സമയം അവർ ഹരിയുടെ മുറിയിൽ നിന്നു. പിന്നെ പുറത്തേക്കിറങ്ങി. അനു അയാളെ പിന്തുടർന്നു. പൂമുഖത്തേക്ക് വന്ന അവർ ആദ്യം കണ്ടയാളുടെ അടുത്തേക്ക് ചെന്ന് ഗോവിന്ദ് തിരിഞ്ഞ് അനുവിനോടായി പറഞ്ഞു, അനു, ഇത് കേശവ വൈദ്യർ. ഹരിയെ ചികിത്സിക്കുന്നത് ഇദ്ദേഹമാണ്. അനു എന്തോ ചോദിക്കാൻ വന്നതും അവൻ തിരിഞ്ഞ് വൈദ്യരോടായി പറഞ്ഞു, ശരി സർ, ഞങ്ങൾ പോയിട്ട് നാളെ വരാം. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇനി അധികം നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. എല്ലാത്തിനും എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കണം. ഇല്ലെങ്കിൽ ഇനി ഒരുപക്ഷെ. അദ്ദേഹം പറഞ്ഞു മുഴുവിപ്പിക്കാതെ ഗോവിന്ദനെ ഒന്ന് നോക്കി. ഓർമ്മയുണ്ട് സർ, എത്രയും പെട്ടെന്ന് എല്ലാത്തിനും ഒരു തീരുമാനമാകും. ഗോവിന്ദ് ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു. ശരി, പോട്ടെ, വാ അനു. പറഞ്ഞുകൊണ്ട് അവൻ കാറിനടുത്തേക്ക് നടന്നു. അനു ആലോചനയോടെ അയാളുടെ പിറകെ ചെന്ന് കാറിൽ കയറി. അനു എന്തോ ചോദിക്കാൻ വന്നതും അവൻ കൈ ഉയർത്തി തടഞ്ഞു. അനു, എനിക്കറിയാം നിനക്ക് ഒരുപാട് സംശയങ്ങൾ ഇനിയുമുണ്ടെന്ന്. എല്ലാം ഞാൻ പറയുകയും ചെയ്യാം. ഹോട്ടലിലേക്ക് തിരിച്ചുള്ള യാത്രയിൽ അവൻ പറഞ്ഞ് അവരുടെ കഴിഞ്ഞ കാലത്തിന്റെ ബാക്കി കഥകൾ. കാറ് ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയപ്പോൾ അനു മുഖം പൊത്തിയിരുന്നു. ഗോവിന്ദ് പതിയെ അവളുടെ ചുമലിൽ അവന്റെ ഇടതുകരം അമർത്തി അവളെ വിളിച്ചു. അനു. അവൾ തല ഉയർത്തി അവനെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. അവൻ അവളുടെ രണ്ട് കൈകളും തന്റെ കൈകൾക്കുള്ളിലാക്കി പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു, നീ എന്നെ സഹായിക്കില്ലേ അനു? എനിക്ക് എന്റെ ലക്ഷ്യത്തിലെത്താൻ നീ എന്റെ ഒപ്പം ഉണ്ടാവില്ലേ? അവന്റെ കൈക്കുള്ളിൽ നിന്ന് കൈകൾ വിടർത്തി അവന്റെ കൈകൾ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൾ അവനോടായി ചോദിച്ചു. ഉണ്ടാകും ഗോവിന്ദ്, തീർച്ചയായും ഉണ്ടാവും. ഗോവിന്ദനെ പോലെ ഇപ്പോൾ ഇത് എന്റെയും ആവശ്യമാണ്, എന്റെയും ലക്ഷ്യമാണ്. എന്റെ കിച്ചുവിനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ അവളെ സ്നേഹിക്കുന്ന ആളുടെ കൈകളിൽ എനിക്ക് അവളെ ഏൽപ്പിക്കണം. അവൻ നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് തന്റെ കൈകൾ പൊതിഞ്ഞിരിക്കുന്ന അവളുടെ കൈകളിലേക്കും മുഖത്തേക്കും മാറി മാറി നോക്കിക്കൊണ്ട് കുസൃതിയോടെ പറഞ്ഞു, അപ്പോ ഞാൻ തൊടുമ്പോൾ മാത്രമേ ഉണ്ണിയാർച്ചയ്ക്ക് വാളെടുക്കേണ്ടു. എന്നെ തൊടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലേ? അനു പെട്ടെന്ന് ഞെട്ടി കൈകൾ വലിച്ചെടുത്തു. എന്നിട്ട് തിരിഞ്ഞു പുറത്തേക്കിറങ്ങി. അവളുടെ ചുണ്ടിൽ ആ നിമിഷം നാണത്തിൽ പൊതിഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ അവനെ ശ്രദ്ധിക്കാതെ റൂമിലേക്ക് പോയി. ഗോവിന്ദ് അവൾ പോകും നോക്കി ഒരു പിഞ്ചിരിയോടെ തലയാട്ടി മനസ്സിൽ പറഞ്ഞു, എടി ഉണ്ണിയാർച്ചേ, നിന്റെ കുഞ്ഞിരാമൻ ഈ ഞാൻ തന്നെയാ. ഒരു ചന്തുവിന് നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ലടി. ഒരു മൂളിപ്പാട്ടോടുകൂടി അവൻ തന്റെ റൂമിലേക്ക് പോയി. എന്നിട്ട് അവളെ ഫോൺ ചെയ്തു. അനു, വേഗം റെഡിയാക്, നമുക്ക് ലഞ്ച് കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങാം. അവൾ വേഗം ഫോൺ വെച്ചു. അവൻ റെഡിയായി വരുമ്പോഴേക്കും അവൾ റെഡിയായി റൂമിന് വെളിയിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അനുവിനെ കണ്ട അവൻ ഒരു കള്ളച്ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്നു. അവൾ അവനെ ശ്രദ്ധിക്കാതെ ഗൗരവത്തിൽ നിന്നു. അവർ രണ്ടാളും ഫുഡ് കഴിക്കാൻ താഴേക്ക് പോയി. ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം അവൻ അവളെ ഒളികണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അവൾ അത് ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിക്കുന്നത് തുടർന്നു. പിന്നെ മെല്ലെ എഴുന്നേറ്റു. അവനും എഴുന്നേറ്റ് പോയി കൈകൾ കഴുകി വന്നു. ബില്ല് സെറ്റിൽ ചെയ്ത് അവൾ കാറിൽ കയറിയപ്പോഴും അനു മൂകയായി തന്നെ തുടർന്നു. ഗോവിന്ദ് പെട്ടെന്ന് അവളെ ഇരു തോളിലും പിടിച്ച് തനിക്ക് അഭിമുഖമായി ഇരുത്തി. അവൾ തല കുനിച്ചിരിക്കുകയായിരുന്നു. അനു, എന്റെ മുഖത്തേക്ക് നോക്കാനോ? അവൾ തലയുയർത്തി അവന്റെ കണ്ണിലേക്ക് നോക്കി. അവിടെ അവൾ കണ്ടു സ്നേഹം നിറഞ്ഞ, വാത്സല്യം നിറഞ്ഞ രണ്ട് കണ്ണുകൾ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ തന്റെ ചൂണ്ടുവിരൽ കൊണ്ട് ആ കണ്ണുനീർ തുറച്ചുകൊണ്ട് പറഞ്ഞു, എന്താ അനു, എന്തു പറ്റി? നീ എന്തിനാ കരഞ്ഞത്? അവൾ ഒരു വിതുമ്പലോടെ മുഖം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഞാൻ
എനിക്ക് പേടിയാണ് ഗോവിന്ദ്, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടു പോകുമോ എന്ന്. അങ്ങനെയല്ല, ഇഷ്ടപ്പെട്ട് എന്ന് പറയാനോ. നിന്റെ കണ്ണിൽ എനിക്ക് കാണാം നിനക്ക് എന്നോടുള്ള ഇഷ്ടം. നീ എന്തിനാണ് അത് മറച്ചു വെക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ ഗോവിന്ദ്, എനിക്ക് പേടിയാണ്. എന്റെ ലൈഫിൽ എനിക്കിതുവരെ സ്വന്തമെന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. കിച്ചുവിനെ കണ്ടപ്പോൾ, അവൾ സ്നേഹിച്ചപ്പോൾ ഞാൻ അറിയുകയായിരുന്നു ഒരു കൂടപ്പിറപ്പിന്റെ സ്നേഹം. ഇപ്പോൾ അവളാണ് എനിക്കെല്ലാം. അവൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഈ നാട്ടിലേക്ക് പോലും എത്തിയത്. പക്ഷേ ഇപ്പോൾ എനിക്ക് എന്നെ തന്നെ കൈവിട്ടു പോകുന്നു. നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ എന്ത് കാരണമാണ് ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഗോവിന്ദ്. ഒരു സ്നേഹിതന് വേണ്ടി നിങ്ങൾ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല പാതയാകുന്നവളെ നിങ്ങൾ എങ്ങനെയൊക്കെ സ്നേഹിക്കുമെന്ന് എനിക്കറിയാം. ആ സ്നേഹം നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ ഗോവിന്ദ്. പക്ഷേ എന്താടോ ഒരു പക്ഷേ? അത് ആഗ്രഹിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല. ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ആ കൂട്ടത്തിൽ നിന്നെ പെടുത്താൻ എനിക്ക് കഴിയില്ല ഗോവിന്ദ്. ഒരു പൊട്ടിക്കരച്ചിലോടെ അവൾ അവനെ കെട്ടിപ്പിടിച്ച് മാറിൽ മുഖമമർത്തി. അവൻ ഇരു കൈകൾ കൊണ്ടും അവളെ പൊതിഞ്ഞു പിടിച്ച് ആ നെറുകയിൽ തല ചായ്ച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല അനു, ഞാൻ ഒരിക്കലും നിന്നെ നഷ്ടപ്പെടുത്തില്ല. നീ എന്റെയാണ് അനു. അന്ന് ആദ്യം നിന്നെ കണ്ട നിമിഷം മുതൽ ഞാനത് മനസ്സിൽ കുറിച്ചിട്ടതാണ്. നീ പേടിക്കണ്ട. ഈ കഴുത്തിൽ ഒരു താലി വീഴുന്നുണ്ടെങ്കിൽ അതിന്റെ അവകാശി ഈ ഗോവിന്ദ് മാത്രമായിരിക്കും. അവൻ മെല്ലെ അവളുടെ നെറുകയിൽ ചുംബിച്ചു. അനു കണ്ണുകളടച്ചു. അവളുടെ കണ്ണുനീർ അവന്റെ ഷർട്ടിനെ നനയിച്ചുകൊണ്ടിരുന്നു. കുറച്ചു സമയം അവരങ്ങനെ തന്നെ ഇരുന്നു. അവസാനം അവളെ ഇരു തോളിലും പിടിച്ച് നേരെ ഇരുത്തിക്കൊണ്ട് അവളുടെ കണ്ണിലെ കണ്ണുനീർ തുടച്ചു മാറ്റി. നമുക്ക് പോകണ്ടേ അനു? പോകാം. എന്റെ അനു, നിനക്ക് ഈ ശോകഭാവം ഒട്ടും ചേരുന്നില്ല കേട്ടോ. എനിക്ക് നീ ആ ഉണ്ണിയാർച്ച ആകുന്നതാണ് ഇഷ്ടം. കേട്ടോടി കാന്താരി? ഓ ശരി കുഞ്ഞിരാമ, ഞാൻ അങ്ങയുടെ ഉണ്ണിയാർച്ച ആയിക്കൊള്ളാമേ. അതും പറഞ്ഞ് അവനെ നോക്കി അവൾ പൊട്ടിച്ചിരിച്ചു. ഇതാണ്, ഇങ്ങനെ ആവണം എന്റെ ഉണ്ണിയാർച്ച. അപ്പോ എങ്ങനെ തുടങ്ങുമല്ലേ? അവൻ അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്തു. യാത്രക്കിടയിൽ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ അവൻ അവൾക്ക് വിവരിച്ചു കൊടുത്തു. രാത്രി ഏകദേശം 8 മണിയോട് കൂടി അവർ കൃഷ്ണയുടെ വീട്ടിലെത്തി. അനു പറഞ്ഞതനുസരിച്ച് ഗോവിന്ദ് അവളെ വീടിന് വെളിയിലിറക്കി. അവൾ വീട്ടിലേക്ക് കയറി കോളിംഗ് ബെൽ അമർത്തി. അമ്മ വന്ന് വാതിൽ തുറന്നു കൊടുത്തതും അവളോടെന്തോ ചോദിക്കുന്നതും കണ്ട് അവൻ കാർ തിരിച്ച് ഓടിപ്പോയി. അനു മുകളിലെ റൂമിലേക്ക് കയറിയ അവൾ കാണുന്നത് കത്തി ജ്വലിച്ച കണ്ണുകളോട് നിൽക്കുന്ന കൃഷ്ണയാണ്. കൃഷ്ണയുടെ നോട്ടം കണ്ട് അനു ഒന്ന് പതറിയെങ്കിലും അടുത്ത നിമിഷം അത് മറച്ചുകൊണ്ട് അവൾ കൃഷ്ണയുടെ അരികിലേക്ക് ചെന്നു. എന്തിനാടി ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? അയാളുടെ കൂടെ പൊക്കോടാൻ വയ്യായിരുന്നോ നിനക്ക്? അതേടി, അയാളുടെ കൂടെ തന്നെയാ പോകാൻ പോകുന്നത്. അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യം കൂടി ചെയ്തു തീർക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പൊക്കോളാം. അതുവരെ നീ എന്നെ സഹിച്ചേ പറ്റൂ. അനു, നീ എന്താടി ഇങ്ങനെ? നിനക്കെല്ലാം അറിയാവുന്നതല്ലേ? എന്നിട്ടും നീ എന്തിനാ അയാളെ? വേണ്ട അനു, നിനക്ക് അയാൾ ചേരില്ല. നീ വിചാരിക്കുന്ന പോലെ അല്ല അയാൾ. പ്ലീസ് അനു, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് നീ. ശരിയാ കിച്ചു, ഞാൻ വിചാരിക്കുന്ന പോലെ അല്ല അയാള്. കൃഷ്ണ അതിശയത്തോടെ അവളെ നോക്കിയിരുന്നു. അവൾ തുടർന്നു, കിച്ചു, നീ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ട്. അതെല്ലാം നീ അറിയണം. നീ കരുതും പോലെ ഹരി. സ്റ്റോപ്പ് ഇട്ടാനോ? കൃഷ്ണ സമനില തെറ്റിയ പോലെ അവളെ നോക്കി അലറി. അനു പെട്ടെന്ന് പേടിച്ച് ഒരടി പിന്നിലേക്ക് വെച്ചു. അവളുടെ ആ രൂപം അനു അന്ന് ആദ്യമായി കാണുകയായിരുന്നു. ഒരക്ഷരം നീ ഇനി മിണ്ടരുത്. അയാളുടെ പേര് പോലും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കറിയാം ഗോവിന്ദ് എന്തിനാ നിന്നോട് സ്നേഹം കാണിക്കുന്നതെന്ന്. അയാളുടെ ലക്ഷ്യം ഞാനാണ്. അതിനാണ് അയാൾ നിന്നെ കരുവാക്കുന്നത്. നിനക്ക് അയാളെ വിശ്വസ്തമായിരിക്കും, പക്ഷെ എനിക്കതില്ല. നിന്നെ കൂട്ടുപിടിച്ച് എന്റെ മനസ്സു മാറ്റാനാണ് ഉദ്ദേശമെങ്കിൽ ഇപ്പോഴേ പറഞ്ഞേക്കൂ, അത് നടക്കില്ലെന്ന്. ഇനി അവരുടെ വക്കാലത്തുമായി എന്റെ അടുക്കൽ നീ വന്നാൽ ആ നിമിഷം നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിച്ചിരിക്കും. ഒരു താക്കീതോടെ അനുവിനോട് അത് പറഞ്ഞുകൊണ്ട് കൃഷ്ണ എഴുന്നേറ്റ് പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ അനു ബെഡിലേക്കിരുന്നു. അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. അവൾ എടുത്തു നോക്കി. ഗോവിന്ദ് എന്ന് കണ്ടതും അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു. അനു, എന്തായി? നീ ജീവനോടെ ഉണ്ടോ പെണ്ണേ? അതറിയാൻ വേണ്ടി വിളിച്ചതാണ്. എന്നെ ഈ കടുവാക്കൂട്ടിൽ കൊണ്ടിട്ടിടാനാന്നോ മനുഷ്യ നിങ്ങൾ എന്നെ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്താ എന്റെ പെണ്ണേ, എന്തു പറ്റി? നിന്റെ ഭദ്രകാളി ഉറഞ്ഞു തുള്ളിയോ? ഇളിച്ചോണ്ടിരുന്നോ,
അവൾ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. ഈശ്വര, ഇതെല്ലാം കഴിയുമ്പോൾ എന്റെ പപ്പും പൂടയുമെങ്കിലും ബാക്കി ഉണ്ടാകുമോന്ന് നീ കണ്ടറിയണം. നീ പേടിക്കണ്ടടി പെണ്ണെ, നിന്നെ ഞാൻ അങ്ങനെ ആർക്കും കൊല്ലാനായി വിട്ടുകൊടുക്കില്ല. നീ എന്റെ അല്ലേ, എന്റെ മാത്രം ആനക്കുട്ടി. അയ്യടാ മോനെ, വല്ലാതെ അങ്ങ് ഒലിപ്പിക്കല്ലേ. എനിക്കറിയാം നിങ്ങളുടെ ലക്ഷ്യം നേടാൻ വേണ്ടിയല്ലേ നിങ്ങൾ എന്നോട് ഈ സ്നേഹമൊക്കെ കാണിക്കുന്നതെന്ന്. അനു, നിനക്ക് അങ്ങനെയാണോ തോന്നിയത്? എന്റെ സ്നേഹം നിനക്ക് വെറും കളിയായിട്ടാണോ തോന്നുന്നത്? നിനക്കറിയില്ലേ അനു, ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്? അയാളുടെ ശബ്ദം ഇടറുന്നത് അവൾ അറിഞ്ഞു. അവൻ കരയുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. സോറി ഗോവിന്ദ്, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. എനിക്കറിയാം ആ മനസ്സിൽ എനിക്ക് എത്രത്തോളം സ്ഥാനമുണ്ടെന്ന്. അത് ഞാനിന്ന് നിങ്ങളുടെ കണ്ണിൽ കണ്ടതുമാണ്. എന്നിട്ടും കിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരു നിമിഷം ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു പോയി. സോറി ഗോവിന്ദ്, എന്നോട് പിണങ്ങല്ലേ. അനു, കിച്ചു എന്താ നിന്റെ കാര്യം പറഞ്ഞത്? പറയടി. അവൾ കൃഷ്ണ പറഞ്ഞതെല്ലാം അയാളോട് പറഞ്ഞു. അനു, ഇനി എന്തു ചെയ്യും? നീ പറഞ്ഞാൽ അവൾ കേൾക്കും എന്നായിരുന്നു എന്റെ വിശ്വാസം. അതിന് അവൾ പറയാൻ സമ്മതിക്കണ്ടേ? ഹരിയുടെ പേര് കേൾക്കുമ്പോഴേ അവൾക്ക് സമനില തെറ്റിയ പോലെയാണ്. പിന്നെ എങ്ങനെ കാര്യങ്ങൾ പറയും? ഇനി പറയാൻ ചെന്നാൽ ചിലപ്പോൾ ഞങ്ങളുടെ സൗഹൃദം പോലും അവൾ വേണ്ടാന്ന് വെച്ചുവെന്ന് വെക്കും. അനു, ഇനി നീയായിട്ടൊന്നും അവളോട് പറയണ്ട. നീ അവളുടെ ഒപ്പം ഉണ്ടാവേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് അവളെ നീ പിണക്കണ്ട. പിന്നെ നമ്മൾ തമ്മിലും അധിക അടുപ്പം അവളുടെ മുന്നിൽ വെച്ച് കാണിക്കണ്ട. ശരി. അല്ല, അവളോട് കാണിക്കണ്ടെന്ന് പറയാൻ നമ്മൾ തമ്മിൽ ഇപ്പോൾ എന്ത് അടുപ്പമാ ഉള്ളത്? എനിക്കത് മനസ്സിലായില്ലല്ലോ. അവള് തെല്ലി കുസൃതിയോടെ ചോദിച്ചു. ദേ പെണ്ണെ, എന്റെ വായിലിരിക്കുന്ന കേൾക്കണമെങ്കിൽ പോയേ നീ. പോയി കിടന്നുറങ്ങ്. ഗുഡ് നൈറ്റ്. ഓ, ഗുഡ് നൈറ്റ്. അയ്യോ വെക്കല്ലേ, ഒരു കാര്യം പറയാൻ മറന്നു. എന്താ? നാളെ നീ ഓഫീസിൽ വരണ്ട. കിച്ചുവിന്റെ വീട്ടിലിരുന്നാൽ മതി. അവൾ അവിടെ നിന്നും ഇറങ്ങുമ്പോൾ നീ എന്നെ വിളിച്ചാൽ മതി. ഞാൻ അങ്ങോട്ട് വരാം. എന്താ ഗോവിന്ദ്, എന്താ തന്റെ പ്ലാൻ? അതൊക്കെ ഉണ്ടടി പെണ്ണെ, നീ ഞാൻ പറയുന്നത് കേട്ടാ മതി. എന്നാ ശരി, നീ ഉറങ്ങിക്കോ. നാളെ കാണാം. ഫോൺ വെച്ചിട്ടും അവൾ ആലോചനയോടെ ഇരുന്നു. എന്തായിരിക്കും ഗോവിന്ദിന്റെ പ്ലാൻ? അവൾ എഴുന്നേറ്റ് കുളിച്ച് താഴേക്ക് ചെന്നു. ഇന്ദു അവൾക്ക് ചോറ് വിളമ്പിക്കൊടുത്തു. നിങ്ങളൊക്കെ കഴിച്ചായിരുന്നോ അമ്മേ? ഓ, ഞങ്ങൾ നേരത്തെ കഴിച്ചു മോളെ. കിച്ചു നുള്ളിപ്പറക്കി എഴുന്നേറ്റ് പോയി. അത് പിന്നെ എന്നും അങ്ങനെയാണ്. എന്തായാലും മോളെ, രണ്ടാളും കൂടി പിണങ്ങിയോ? കിച്ചു മുഖം വീർപ്പിച്ച് അപ്പുറത്തിരിക്കുന്നുണ്ടല്ലോ. ഓ, അതൊന്നും ഇല്ലമ്മേ. ഒരു ചെറിയ സൗന്ദര്യപ്പിണക്കം. അത് ഞാൻ മാറ്റിക്കോളാം. അവള് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അനുവിന്റെ അടുത്തേക്ക് ചെന്നിരുന്നു. കൃഷ്ണ അവളെ ശ്രദ്ധിക്കാതെ ദൂരെ എവിടേക്കോ നോക്കിയിരുന്നു. സോറി കിച്ചു, ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വെറുതെ പറഞ്ഞതാ. അതെല്ലാം ഞാനും ഗോവിന്ദ് സാറ് തമ്മിൽ നീ വിചാരിക്കുന്ന പോലെ ഒരു ബന്ധവും ഇല്ല. അയാൾ എനിക്ക് ജസ്റ്റ് ഒരു ലിഫ്റ്റ് തന്നേ ഉള്ളൂ. ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണാൻ എറണാകുളത്താണ് പോയത്. പിന്നെ നിന്റെ അപ്പോഴത്തെ ഭാവം കണ്ടപ്പോൾ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയാ അങ്ങനെയൊക്കെ പറഞ്ഞത്. സോറി, എന്നോട് പിണങ്ങല്ലേ. എനിക്ക് നീയല്ലാതെ ആരാ ഉള്ളത്? എനിക്കും നീ കഴിഞ്ഞിട്ടേ ആരും ഉള്ളൂ. നിനക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ ഇനി അയാളോട് മിണ്ടുന്നില്ല, പോരെ? കൃഷ്ണ തിരിഞ്ഞ് അനുവിനെ നോക്കി. അവളുടെ മുഖം തെളിഞ്ഞു. അവൾ അനുവിനെ കെട്ടിപ്പിടിച്ചു. അനു, നീ എന്റെ കൂടപ്പിറപ്പല്ലേടി. നിനക്കൊരു വിഷമം വരുന്നത് എനിക്ക് സഹായിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. സോറിടി, ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് വിഷമമായോ? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഓ, അത് സാരമില്ല കിച്ചു. നീ എന്റെ നന്മ ഓർത്ത് പറഞ്ഞതല്ലേ. നമ്മളെന്നും ഇതുപോലെ കട്ട ഫ്രണ്ട്സ് ആയിരിക്കും. അനു അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. സോറി അനു, ഞാനിപ്പോൾ നിന്നോട് കുറെ അധികം നുണ പറയുന്നുണ്ട്. അതെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. എല്ലാം അറിയുമ്പോൾ നീ എന്നോട് ക്ഷമിക്കുമെന്ന് എനിക്കറിയാം. അനു മനസ്സുകൊണ്ട് കൃഷ്ണയോട് ക്ഷമ ചോദിച്ചു. പിന്നെ കിച്ചു, നാളെ ഞാൻ ലീവാണ്. എനിക്ക് നല്ല ക്ഷീണം. പനിക്കുന്നുണ്ടെന്നൊരു സംശയം. അതുകൊണ്ട് നീ രാവിലെ എന്നെ വിളിക്കണ്ടാട്ടോ. എനിക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങണം. കൃഷ്ണ പെട്ടെന്ന് അവളുടെ നെറുകയിൽ കൈവച്ച് നോക്കി. എന്നിട്ട് പറഞ്ഞു, പനിയൊന്നുമില്ല. എനിക്ക് തോന്നുന്നതേ മടിയാണെന്നാ. പറയടി മടിച്ചി, എനിക്കറിഞ്ഞൂടെ നിന്നെ? ആ, മടിയെങ്കിൽ മടി. അങ്ങനെ ഞാൻ നാളെ ഫുള്ള് ഉറങ്ങി തീർക്കും. നീ ഞാൻ പറഞ്ഞത് ചെയ്താൽ മതി. വാ, എനിക്ക് ഉറക്കം വരുന്നു. നമുക്ക് കിടക്കാം. അവരെഴുന്നേറ്റ് മുകളിലേക്ക് പോയി. അനു കിടക്ക കണ്ടതെ അതിലേക്ക് വീണ് ഉറക്കം നടിച്ചു. അനു ഉറങ്ങിയെന്ന് കണ്ടതും കൃഷ്ണ ബാഗിൽ വെച്ചിരുന്ന താലിമാല കയ്യിലെടുത്ത് അതിലേക്ക് നോക്കിയിരുന്നു. അവളുടെ ഓർമ്മകൾ പുറകിലേക്ക് പോയി. കൃഷ്ണനിലയത്തിൽ മാധവന്റെയും ഇന്ദുവിന്റെയും ഒരേ ഒരു മകളാണ് കൃഷ്ണവേണി. മാധവനും ഇന്ദുവും സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണ്.
തിരുവനന്തപുരം വെയർഹൗസിലായിരുന്നു മാധവന് ജോലി. അയാള് ചെറുപ്പശ്ശേരിക്കാരനായിരുന്നു. മാധവന്റെ കൂട്ടുകാരൻ രവിയുടെ സഹോദരിയായിരുന്നു ഇന്ദു. മാധവൻ രവിയുടെ വീടിനുള്ളിൽ ഒരു മുറിയിലായിരുന്നു താമസം. അങ്ങനെ ഇന്ദുവും അയാളും തമ്മിൽ സ്നേഹത്തിലായി. ഇരു വീട്ടുകാരും അറിഞ്ഞപ്പോൾ ആരും സമ്മതിച്ചില്ല. ജാതി വ്യത്യാസം തന്നെയായിരുന്നു കാരണം. രണ്ട് വീട്ടുകാരും നല്ലോണം എതിർത്തു. രവിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ വീട്ടുകാരെ പേടിച്ച് അയാൾ ഒന്നും പറഞ്ഞില്ല. മാധവൻ ഇന്ദുവിനെയും കൊണ്ട് ഒളിച്ചോടി തൃശൂർ വന്നങ്ങനെ താമസമായി. മാധവന്റെ കൂട്ടുകാരൻ രാമകൃഷ്ണന്റെ തറവാട് വീട്ടിലായിരുന്നു അവർ താമസിച്ചത്. രാമകൃഷ്ണൻ അതിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു വീട് വെച്ച് അവിടെയായിരുന്നു താമസം. ഭാര്യ സുഭദ്ര. അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. കൃഷ്ണയെ സ്വന്തം മോളെ പോലെയാണ് കണ്ടിരുന്നത്. മാധവന്റെ ഇന്ദുവിന്റെ വീട്ടുകാരുമായി അവർക്ക് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പിന്നീട് 16 വർഷങ്ങൾക്ക് ശേഷം ഇന്ദുവിന്റെ അച്ഛന്റെ മരണത്തിനാണ് അവരങ്ങോട്ട് പോയത്. അതിനുശേഷം 6 വർഷത്തോളം നല്ല സ്നേഹത്തിലുമായിരുന്നു. 2 വർഷം മുൻപുള്ള ആ സംഭവമാണ് പിന്നെയും എല്ലാവരെയും ബദ്ധശത്രുക്കളാക്കിയത്. മാധവന്റെ വീട്ടുകാർ പക്ഷെ ഇപ്പോഴും പിണക്കത്തിൽ തന്നെയാണ്. കൃഷ്ണ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു. അവസാന വർഷമായിരുന്നു ആ സമയത്ത്. അച്ഛനും അമ്മയും മാത്രമായിരുന്നു അവളുടെ ലോകം. അവർ ഒരുപാട് ലാളിച്ചാണ് അവളെ വളർത്തിയത്. ഒരു ദിവസം കോളേജ് വിട്ടു വന്ന് ചായ കുടിച്ച് കുളിക്കാനായി കുളത്തിലേക്ക് പോയി. ഒരു മൂളിപ്പാട്ടും പാടി കുളത്തിന്റെ കരയിൽ മാറാനുള്ള ഡ്രസ്സും വെച്ച് അവള് വെള്ളത്തിൽ ഇറക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് വെള്ളത്തിൽ നിന്നും ഒരാൾ പൊങ്ങി വന്നു. അവൾ പെട്ടെന്ന് പിന്നിലേക്ക് ചാടി. പക്ഷെ കാല് തെറ്റി ദേ കിടക്കുന്നു വെള്ളത്തിൽ. അവളെ കണ്ട് പകച്ചു നിന്ന അയാൾ പെട്ടെന്ന് ഉറക്കെ ചിരിച്ചു. പടവിലേക്ക് കയറി ഉടുത്തിരുന്ന ടവൽ മാറി മുണ്ടുടുത്ത് ടവൽ ചുമലിൽ വിരിച്ചിട്ട് അവൾക്ക് നേരെ തിരിഞ്ഞു. വെള്ളത്തിൽ അയാൾക്ക് പുറംതിരിഞ്ഞു നിൽക്കുകയായിരുന്നു ആ നിമിഷവും അയാൾ. എടോ കഴിഞ്ഞു, ഇനി തിരിഞ്ഞു നിന്നോ. ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞതും അവൾ അയാളെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഒപ്പം അവന്റെ ആ ചിരി കണ്ടതും അവൾക്ക് പെരുവിരലിൽ നിന്ന് പെരുത്ത് കയറി. താൻ ആരടോ? എന്നെ പേടിപ്പിച്ച് വെള്ളത്തിൽ തള്ളിയിട്ടതും പോരാ നിന്നിളിക്കുന്നു. ദേ, തനിക്കെന്നെ ശരിക്കും അറിയില്ല. ചില സമയത്ത് എനിക്ക് എന്റെ സ്വഭാവം തന്നെ പിടിക്കില്ല. ഓരോന്ന് വന്നോളും കുറ്റിയും പറിച്ചു ബാക്കിയുള്ളവരുടെ സമാധാനം കളയാൻ. കൃഷ്ണ, താൻ എന്തിനാ ഇങ്ങനെ ചൂടാകുന്നത്? ഞാൻ തന്നെ ഒന്നും ചെയ്തില്ലല്ലോ. താനല്ലേ കാലും തെറ്റി വീണത്. എന്നിട്ട് എന്നോട് ഇതിനെ തട്ടിക്കയറുന്നത്? അവൾ അയാളെ മിഴിച്ചു നോക്കി നിന്നു. അതെ, എന്റെ പേര് വിഷ്ണു. തന്റെ രാമച്ചന്റെ പെങ്ങളുടെ മോനാണ്. എനിക്കിവിടെ അടുത്തുള്ള സ്കൂളിൽ ജോലി കിട്ടി. അപ്പോൾ താമസം അമ്മാവന്റെ കൂടെ ആക്കാമെന്ന് കരുതി. വന്നപ്പോൾ തൊട്ട് കേൾക്കുന്നതാ ഒരു കൃഷ്ണപുരാണം. അപ്പോൾ തൊട്ട് കാണണമെന്ന് വിചാരിക്കുന്നു. ഈ കളം കണ്ടപ്പോൾ നീന്തി കുളിക്കാൻ ഒരു കൊതി. അതാ വന്നത്. അതുകൊണ്ട് വിചാരിച്ച ആളെ വൃത്തിയായിട്ടൊന്ന് കാണാൻ പറ്റി. അവൻ അവളുടെ മുഖത്തിന് നേരെ കൈകൾ ഞൊടിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു. എടോ, കണ്ണു മിഴിച്ചത് മതി. അല്ലെങ്കിൽ ആ ഉണ്ട കണ്ണ് രണ്ടും കൂടി ഇപ്പൊ വെള്ളത്തിൽ വീണ് കിടക്കും. കൃഷ്ണ ദേഷ്യത്തിൽ രണ്ട് കൈകൊണ്ടും വെള്ളത്തിൽ ആഞ്ഞടിച്ചു. അവൻ പടവുകൾ കയറി. പിന്നെ തിരിഞ്ഞു നിന്ന് അവളോടായി പറഞ്ഞു. അതെ, താൻ കാണാനൊരു കൊച്ചു സുന്ദരിയാട്ടോ. എനിക്കിഷ്ടായി. കൂട്ടത്തിൽ ആ ഉണ്ടക്കണ്ണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. അയാൾ ചിരിച്ചുകൊണ്ട് അവളെ കണ്ണിറുക്കി കാണിച്ച് പടികൾ കയറിപ്പോയി. അവൾക്ക് ദേഷ്യം വന്നെങ്കിലും പിന്നെ തിരിഞ്ഞ് ആ വെള്ളത്തിലേക്ക് തന്നെ അവൾ ഇറങ്ങി. കുളി കഴിഞ്ഞ് റൂമിലെത്തി ഒരുങ്ങുമ്പോഴാണ് പുറത്ത് അച്ഛൻ ആരോടോ വർത്തമാനം പറയുന്നത് കേട്ടത്. താഴേക്കിറങ്ങി വരുമ്പോൾ പൂമുഖത്തു നിന്നും അച്ഛൻ അവളെ വിളിക്കുന്നത് കേട്ടു. അങ്ങോട്ട് ചെന്നു. രാമച്ചന്റെയും അച്ഛന്റെയും അടുത്തിരുന്ന് വർത്തമാനം പറയുന്ന ആളിലേക്കാണ് അവളുടെ നോട്ടം പോയത്. വിഷ്ണുവേട്ടൻ. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. തിരിച്ചൊരു പുഞ്ചിരി അവളിലും ഉണ്ടായിരുന്നു. എന്നിട്ട് നോട്ടം മാറ്റിക്കൊണ്ട് അച്ഛനോട് ചോദിച്ചു. എന്താ അച്ഛാ വിളിച്ചേ? ആ മോളെ, ഇത് വിഷ്ണു, രാമച്ചന്റെ അനന്തരവനാണ്. ഇവിടുത്തെ സ്കൂളിൽ മലയാളം അധ്യാപകനായി ജോയിൻ ചെയ്തു. പോയി വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് രാമന്റെ കൂടെയാണ് താമസം. നമ്മളെ പരിചയപ്പെടാൻ ഇറങ്ങി വന്നതാണ്. ഒന്ന് മൂളി തിരിഞ്ഞവൾ അകത്തേക്ക് പോയി. പിന്നെയും പല പ്രാവശ്യം കണ്ടെങ്കിലും അവൾ ശ്രദ്ധിക്കാൻ പോയില്ല. ഒരു ദിവസം വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് കുളിക്കാൻ കുളത്തിലേക്ക് പോയി. അവിടെ ചെന്ന് ഡ്രസ്സ് പടവിൽ വെച്ച് കുളത്തിലേക്ക് കാലിട്ട് പടവിലിരുന്ന് മുടി മുകളിലേക്ക് വാരിക്കെട്ടുമ്പോൾ പിറകിൽ ഒരു കാൽപെരുമാറ്റം കേട്ടു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു വിഷ്ണുവിനെ. ആകെ പരിഭ്രമിച്ചു നിൽക്കുന്ന അവളോടായി അവൻ പറഞ്ഞു. കൃഷ്ണ, താൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഞാൻ തന്നെ ഒന്നും ചെയ്യില്ല. ഒരു കാര്യം പറയാൻ വന്നതാ. പെട്ടെന്ന് ധൈര്യം വീണ്ടെടുത്ത് അവൾ ചോദിച്ചു. എന്ത് കാര്യം? പെണ്ണുങ്ങൾ കുളിക്കുന്നിടത്താണോ തന്റെ കാര്യം പറച്ചിൽ? ആഹാ, ആള് ഫോമിലായല്ലോ. അതെ, ഞാൻ തന്നോട് മിണ്ടാൻ വരുമ്പോഴൊക്കെ താൻ ഒളിച്ചു പോവല്ലേ. അതാ എനിക്ക് ഇവിടേക്ക് വരേണ്ടി വന്നത്. താൻ പോയേ, എനിക്ക് കുളിക്കണം. കാര്യമൊക്കെ പിന്നെ പറയാം. ആഹാ, എന്നാൽ ശരി.
താൻ കുളിച്ചിട്ട് കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. അതും പറഞ്ഞ് അവൾ ആ പടവിലേക്കിരുന്നു. ഇതെന്ത് കഷ്ടാ, തനിക്ക് എന്താ പറയാനുള്ളത്? പറഞ്ഞു തുലയ്ക്ക്. ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവൾക്ക്. കൃഷ്ണ, താൻ ദേഷ്യപ്പെടാതെ, ഞാൻ പറയട്ടെ. കൃഷ്ണ, അന്ന് ഞാൻ തന്നോട് പറഞ്ഞില്ലേ തന്നെ എനിക്ക് ഇഷ്ടമാണെന്ന്. അത് വെറുതെ പറഞ്ഞതല്ല, തന്നെ എനിക്ക് ശരിക്കും ഇഷ്ടായിട്ട് തന്നെ പറഞ്ഞതാ. അവൾ അയാളെ നോക്കി. പക്ഷെ അവളുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. എന്താ കൃഷ്ണ, തനിക്കൊന്നും പറയാനില്ലേ? തനിക്ക് എന്നെ ഇഷ്ടമല്ലേ? ഓ, എനിക്ക് ആരോടും ഇഷ്ടമില്ല, ഇഷ്ടക്കേടുമില്ല. പിന്നെ ഇയാൾ ഉദ്ദേശിക്കുന്ന ഇഷ്ടം എനിക്ക് ആരോടും ഇതുവരെ തോന്നിയിട്ടില്ല. അങ്ങനെയൊന്നും ഉണ്ടാകണമെങ്കിൽ അത് അച്ഛന്റെയും അമ്മയുടെയും സമ്മതത്തോടെ എന്നെ വിവാഹം കഴിക്കുന്ന ആളോട് മാത്രമേ തോന്നുകയുള്ളൂ. മറ്റൊന്നും കൊണ്ടല്ല. ഒരു പ്രേമവിവാഹത്തിലൂടെ സ്വന്തം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നഷ്ടപ്പെട്ട, എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ട ഒരച്ഛന്റെയും അമ്മയുടെയും മോളാ ഞാൻ. അവരുടെ ദുഃഖം കണ്ട് വളർന്നതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും കണ്ടുപിടിച്ചു തരുന്ന ആളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. അയാളെ മാത്രമേ ഞാൻ പ്രണയിക്കുകയുള്ളൂ. ഒരു കിതപ്പോടെ അവൾ പറഞ്ഞു നിർത്തി. അയാൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവളെ. പിന്നെ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, അപ്പോ അച്ഛനും അമ്മയും സമ്മതിച്ചാൽ തനിക്ക് ഇഷ്ടക്കുറവൊന്നും ഇല്ലെന്ന് അല്ലേ? ഇല്ല. എന്നാലേ അച്ഛനും അമ്മയും സമ്മതിച്ചു. അവരാണ് തന്റെ സമ്മതം ചോദിക്കാൻ എന്നോട് പറഞ്ഞത്. അപ്പൊ എങ്ങനെയാ? കാര്യങ്ങൾ തനിക്ക് സമ്മതമാണെന്ന് ഞാൻ പറയുന്നു, അതോ താൻ പറയുന്നു അവരോട്? അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞോളാം അവരോട്. അപ്പൊ പോട്ടെ എന്റെ കിച്ചുമോളെ. അവൻ കുസൃതിയോടെ അവളെ കണ്ണിറുക്കി കാണിച്ച് പടവുകൾ കയറിപ്പോയി. കൃഷ്ണ അമ്പരപ്പോടെ അവൻ പോകുന്നത് നോക്കി നിന്നു. അവൾ ഒരു സ്വപ്നലോകത്തിൽ എന്ന പോലെ ആ പടിക്കെട്ടിലേക്കിരുന്നു. എത്ര നേരം അങ്ങനെ ഇരുന്നു എന്ന് അവൾക്കറിയില്ല. കുളി കഴിഞ്ഞ് വീട്ടിലെത്തിയതും അമ്മ തുടങ്ങി. എന്റെ കിച്ചു, എത്ര നേരായി നീ കുളിക്കാൻ പോയിട്ട്? നേരെ ഇരുട്ടിയത് കണ്ടില്ലേ നീ? അച്ഛൻ കാണണ്ട. പോയി തുണിയെല്ലാം വിരിച്ചിട്ട് വേഗം കേറി വാ. ഓ, ശരി ഇന്ദൂട്ടി. അവൾ അമ്മയുടെ കവളിലൊരു ഉമ്മയും കൊടുത്തിട്ട് പോയി. രാത്രി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ കൃഷ്ണ അച്ഛനെയും അമ്മയും ഒളികണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അവരും അവളെ നോക്കി തന്നെ ഇരിക്കുന്നു. മോളെ, വിഷ്ണു നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? പെട്ടെന്ന് കൃഷ്ണ ചുമച്ചു. അച്ഛൻ വേഗം അവൾക്ക് വെള്ളം എടുത്തു കൊടുത്തു. വെള്ളം കുടിച്ചു കഴിഞ്ഞതും അവൾ മുഖം കൂർപ്പിച്ച് അച്ഛനെ ഒന്ന് നോക്കി. നോക്കി പേടിപ്പിക്കണ്ട. ഞാൻ തന്നെ അവനോട് പറഞ്ഞത് നിന്നോട് ചോദിക്കാൻ. അവൻ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് ആദ്യം പറഞ്ഞത് എന്നോടാണ്. എന്തോ എനിക്കും അവനെ ഇഷ്ടമായി. പിന്നെ എന്റെ രാമന്റെ അനന്തരവനല്ലേ? ഞങ്ങൾക്കെല്ലാം ഇഷ്ടമാണ്. നിനക്കും ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നി. ജാതകൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ട്. 10ൽ 8 പൊരുത്തമുണ്ട്. കൃഷ്ണ കണ്ണും തള്ളി ഇരിപ്പായി. ഇതൊക്കെ എപ്പോ എന്ന ഭാവത്തിൽ. കിച്ചുമോൾക്ക് ഇഷ്ടമല്ലേ വിഷ്ണുവിനെ? നിന്റെ സമ്മതം അറിഞ്ഞിട്ട് വേണം ബാക്കിയൊക്കെ തീരുമാനിക്കാൻ. അച്ഛാ, അത് എനിക്ക് ഇതൊക്കെ ഇപ്പൊ വേണോ? എന്റെ പഠിപ്പ് കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടിയിട്ട് പോരെ ഇതൊക്കെ? എന്തേ, നിനക്കവനെ ഇഷ്ടമല്ലേ മോളെ? ഇഷ്ടക്കുറവൊന്നും ഇല്ലച്ചാ. പെട്ടെന്ന് കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും സാരമില്ല കിച്ചു. എല്ലാത്തിനും ഓരോ സമയമുണ്ട്. ആ സമയത്ത് നടക്കണം. നിന്റെ ജാതകത്തിലുണ്ട് 6 മാസത്തിനുള്ളിൽ വിവാഹം നടക്കണമെന്ന്. ഇല്ലെങ്കിൽ കല്യാണം നടന്നാലും സന്താനഭാഗ്യം ഉണ്ടാവില്ലെന്നാ. അതാ അച്ഛൻ ഇത്രയും പെട്ടെന്ന്. പിന്നെ ഇപ്പോൾ എൻഗേജ്മെന്റ്. പിന്നെ 4 മാസം കഴിഞ്ഞാൽ നിന്റെ പഠിപ്പ് കഴിയില്ലേ? അപ്പൊ കല്യാണം നടത്താം. ഉം അച്ഛന്റെ അമ്മയുടെ ഇഷ്ടം. അവൾ ഭക്ഷണം കഴിച്ച് മുകളിലേക്ക് കയറിപ്പോയി. അവൾക്കെന്തോ മനസ്സിൽ ഒരു ഭാരം കയറ്റി വെച്ചതുപോലെ. അവൾ ഫോൺ എടുത്ത് അതിലുള്ള വോയിസ് ക്ലിപ്പ് പ്ലേ ചെയ്തു. അതിമനോഹരമായ ഒരു സിനിമാ ഗാനം. കൃഷ്ണ ആ വോയിസ് ക്ലിപ്പ് വീണ്ടും വീണ്ടും കേട്ടു. ആരായിരിക്കും ഇത്? ഇപ്പൊ കുറെയായി ഇതേ പാട്ട് തന്നെ വീണ്ടും വീണ്ടും വരുന്നു. ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയാൽ പക്ഷെ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത്. ആരായിരിക്കും? എന്തിനായിരിക്കും ഈ ശബ്ദം മെസ്സേജായി അയക്കുന്നത്? വേണ്ട, ഒന്നും വേണ്ട. ആരെങ്കിലും ആയിക്കോട്ടെ. എനിക്കെന്താ? എനിക്കെന്റെ അച്ഛനും അമ്മയാണ് വലുത്. അവരുടെ സന്തോഷം മാത്രം. അവൾ എഴുന്നേറ്റിരുന്നു. ഇല്ല, ഇനി എന്റെ മനസ്സിൽ വിഷ്ണുവിനല്ലാതെ ആരും ഉണ്ടാവാൻ പാടില്ല. അവള് ആ വോയിസ് ക്ലിപ്പ് ഡിലീറ്റ് ചെയ്തു. പിന്നീട് ഒരു ഉറച്ച തീരുമാനത്തോടെ കിടന്നുറങ്ങി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. പിന്നത്തെ ഞായറാഴ്ച തന്നെ എൻഗേജ്മെന്റ് നടന്നു. ചെറുത രീതിയിൽ ഒരു ചടങ്ങ് മാത്രം. മാധവന്റെ വീട്ടുകാർ ഇപ്പോഴും പിണക്കത്തിലായതുകൊണ്ട് അവരെ ക്ഷണിച്ചില്ല. ഇന്ദുവിന്റെ വീട്ടുകാർ അകലെ ആയതുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും കല്യാണത്തിന് ക്ഷണിക്കാം എന്ന് തീരുമാനിച്ചു. കൃഷ്ണയ്ക്ക് 1-2 പ്രാവശ്യം അതുപോലെ വോയിസ് ക്ലിപ്പ് വന്നെങ്കിലും തന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന് അവളും തിരിച്ചു മെസ്സേജ് അയച്ചു. അതിനുശേഷം അത് നിന്നു. അങ്ങനെ കൃഷ്ണയുടെ എക്സാമും കല്യാണത്തിലുള്ള ഡ്രസ്സുകളുമായി ദിവസങ്ങൾ പൊഴിഞ്ഞുപോയി. മാധവന്റെ വീട്ടിൽ നിന്നും ആരും വന്നില്ലെങ്കിലും ഇന്ദുവിന്റെ ആങ്ങളമാരും അവരുടെ മക്കളുമൊക്കെ
വീട്ടിൽ വിരുന്നുകാരുടെ ബഹളമായിരുന്നു. അവരെല്ലാം കല്യാണത്തിന് 2 ദിവസം മുൻപ് തന്നെ എത്തിയിരുന്നു. കൃഷ്ണ സന്തോഷത്തോടെ അവരെയെല്ലാം സ്വീകരിച്ചു. അവരുടെ മുഖത്തും സന്തോഷമായിരുന്നെങ്കിലും നിറഞ്ഞ 2 മിഴികൾ മാത്രം അവളെ പിന്തുടർന്നുവെന്ന് അവൾ ആ നിമിഷം അറിഞ്ഞില്ല. വീട്ടിലാകെ ബഹളമായിരുന്നു. അമ്മയുടെ 3 ആങ്ങളമാരും അവരുടെ മക്കളും പിന്നെ അവരുടെ 2 3 ഫ്രണ്ട്സും. മൂത്ത അമ്മാവൻ വാസു, അദ്ദേഹത്തിന്റെ 2 ആൺമക്കൾ വിനുവും വിധുവും. രണ്ടാമത്തെ അമ്മാവൻ വേണു, അയാൾക്ക് 2 ആൺമക്കളാണ്, വരുൺ കിരൺ. താഴെയുള്ളതാണ് രവി, അയാൾക്ക് 3 ആൺമക്കൾ, ഹരികൃഷ്ണൻ, മനു, ആദി. അവരുടെ തറവാട്ടിലെ ആകെയുള്ള പെൺതരിയാണ് കൃഷ്ണ. അതുകൊണ്ട് തന്നെ എല്ലാവരും കൃഷ്ണയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കുകയായിരുന്നു. കൃഷ്ണ SSLC പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഇന്ദുവിന്റെ അച്ഛൻ മരിക്കുന്നത്. രവി വിളിച്ചു പറഞ്ഞാണ് അവരങ്ങോട്ട് പോകുന്നത്. മരണാനന്തര കർമ്മങ്ങൾ കഴിഞ്ഞ് പോരാൻ നിന്ന അവരെ അവരാരും തിരിച്ചു വിട്ടില്ല. മാധവനും ഇന്ദുവും ഒരാഴ്ച കൂടി അവിടെ നിന്നിട്ട് തിരിച്ചു പോന്നു. കൃഷ്ണ മുത്തശ്ശിയെ വിട്ടില്ല എന്ന് പറയുന്നതാവും ശരി. കുറച്ചു ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് മുത്തശ്ശി പറഞ്ഞത് എല്ലാവരും കൂടി കേട്ടു. മാധവനും ഇന്ദു മനസ്സില്ലാ മനസ്സോടെയാണ് കൃഷ്ണയെ അവിടെ നിർത്തി സ്വന്തം വീട്ടിലേക്ക് വന്നത്. ആദ്യമൊക്കെ അവൾക്കതിൽ നല്ല സങ്കടവും ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരുടെ സ്നേഹം അവളുടെ സങ്കടങ്ങൾ മാറ്റി. ആകെയുള്ള പെൺതിരി ആയതുകൊണ്ട് തന്നെ എല്ലാവരും മത്സരിച്ച് അവളെ സ്നേഹിച്ചു. ഏട്ടന്മാരും ആദ്യമെല്ലാം അവൾക്ക് വേണ്ടതെല്ലാം പറയുമ്പോഴേക്കും എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷെ ഒരാൾ മാത്രം അവളെ ശ്രദ്ധിക്കാൻ കൂട്ടാക്കിയില്ല. അവളോട് സംസാരിച്ചില്ല. എന്തിന്, അവൾക്ക് മുഖം പോലും കൊടുത്തിരുന്നില്ല. കൃഷ്ണയും പോകെ പോകെ അവനെ മൈൻഡ് ചെയ്തില്ല. പക്ഷെ ഹരിയുടെ കൂട്ടുകാരെല്ലാം അവളുമായി നല്ല കൂട്ടായിരുന്നു. അങ്ങനെ 1 മാസത്തോളം അവൾ അവിടെ ഒരു പൂമ്പാറ്റയെ പോലെ പാറി നടന്നു. ആ 1 മാസം കൊണ്ട് തന്നെ അവൾ എല്ലാവർക്കും അത്രത്തോളം പ്രിയപ്പെട്ടവളായി. അതിനുശേഷം അവൾ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് പോന്നു. പിന്നീട് വർഷത്തിൽ ഒരിക്കൽ അവിടെ പോകുന്നത് പതിവാക്കി. അപ്പോഴെല്ലാം ഹരിയുടെ പെരുമാറ്റം മാത്രം അവളെ വേദനിപ്പിച്ചു. പക്ഷെ അവളും അത് അവഗണിച്ചു. ഇപ്പോൾ എല്ലാവരും കല്യാണത്തിന് വന്നിട്ടുണ്ട്, ഹരി ഉൾപ്പെടെ. പക്ഷെ അവനെ മാത്രം അവൾ എവിടെയും നോക്കി കണ്ടില്ല. എല്ലാവരും കൂടി കൃഷ്ണയുടെ കല്യാണം ആഘോഷമാക്കാൻ മത്സരിക്കുകയാണ്. താലികെട്ട് അടുത്തുള്ള ക്ഷേത്രത്തിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചത്. സദ്യ വീട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പന്തലിടലും സദ്യ ഉണ്ടാക്കലും എല്ലാമായി ആകെ തകൃതി. തലേ ദിവസം വൈകിട്ട് അമ്പലത്തിൽ പോകാനായി ഡ്രസ്സ് മാറി താഴേക്ക് വരുമ്പോഴാണ് കൃഷ്ണയെ എന്നൊരു വിളി കേട്ടത്. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ടെറസിൽ നിന്ന് ആണ് അവളെ വിളിച്ചിരിക്കുന്നത്. ആളെ കണ്ട് അവൾ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നു. ഹായ് ഗോതുചേട്ടാ, എന്താ ഇവിടെ നിൽക്കുന്നത്? അല്ല, എവിടെയായിരുന്നു? വന്നിട്ട് കണ്ടില്ലല്ലോ. ഞാൻ ഇവിടെയൊക്കെ നോക്കി. ചെറിയമ്മാവ പറഞ്ഞു നിങ്ങൾ വന്നിട്ടുണ്ടെന്ന്. എന്റെ പൊന്നെ കിച്ചു, നീ എന്നെ ഇങ്ങനെ കോതൂന്ന് വിളിച്ച് നാണം കെടുത്തല്ലേ. എന്റെ പേര് ഗോവിന്ദന്നാ. വേണമെങ്കിൽ നീ എന്നെ ഗോവിന്ദേട്ടാന്ന് വിളിച്ചോ. പ്ലീസ് മോളെ, നാറ്റിക്കരുത്. അയ്യോ ഗോതു ചേട്ടാ, ഞാനേ അങ്ങനെ വിളിച്ചു ശീലിച്ചു പോയില്ലേ. അത് അങ്ങനെ തന്നെ പോട്ടെ. പിന്നെ ആളുകളുടെ മുമ്പിൽ ആ നോക്കട്ടെ. അല്ല, എന്താ ഇവിടെ നിന്നത്? താഴേക്ക് വരുന്നില്ലേ? ആ, വരാൻ കിച്ചു, നീ പൊക്കോ. അല്ല, എവിടെ നമ്മുടെ ജാടത്തമ്പുരാൻ? കണ്ടില്ലല്ലോ. ഇവിടെ ഇല്ലേ ആള്? അത് ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ കാണാനില്ല. താഴെ എവിടെയെങ്കിലും പോയി കാണും. അല്ല, നീ ഇതെവിടെ പോവാ? ഞാൻ അമ്പലത്തിൽ പോവാ, വല്യമ്മായിയുണ്ട്. നേരം വൈകി, പൊക്കോട്ടെ. കൃഷ്ണ തിരിഞ്ഞു നടന്നു. പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് അയാളോട് ചോദിച്ചു, അല്ല ഗോവിചേട്ടൻ എന്തിനാ എന്നെ വിളിച്ചേ? അത് അത് പിന്നെ പറയാം. നീ പോയിട്ട് വാ, നേരം വൈകണ്ട. ആ വല്യമ്മായി അവിടെ കാത്തു നിൽപ്പുണ്ടാവും. അവൾ ഒരു നിമിഷം കൂടി അയാളെ നോക്കി പിന്നെ താഴേക്ക് പോയി. ഗോവിന്ദ തിരിഞ്ഞ് വാതിലിന്റെ മറവിലേക്ക് നോക്കി വിളിച്ചു, ഹരി. ഹരി കണ്ണു തുറന്ന് ഗോവിന്ദനെ നോക്കി. അവന്റെ കവളിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഹരി ഗോവിന്ദനെ പോയി കെട്ടിപ്പിടിച്ചു. ഗോവിന്ദന് അവനെ ആശ്വസിപ്പിക്കാൻ ആ നിമിഷം വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. കൃഷ്ണ അമ്പലത്തിൽ പോയി വന്നപ്പോഴേക്കും വിഷ്ണുവിന്റെ വീട്ടിൽ നിന്നും പുടവ കൊടുക്കൽ ചടങ്ങിന് ആളുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അമ്മായിമാർ അവളെ ഒരുക്കാനായി അകത്തേക്ക് കൊണ്ടുപോയി. വാഴക്കൂമ്പ് കളർ ബീഡ് വർക്ക് ചെയ്ത സാരിയും മാച്ചിങ് ബ്ലൗസും സാരിക്ക് മാച്ച് ചെയ്യുന്ന ആഭരണങ്ങളുമായിരുന്നു അവളുടെ വേഷം. വിഷ്ണുവിന്റെ സഹോദരിയും ഭർത്താവും പിന്നെ അമ്മായിമാരും കസിൻസും അങ്ങനെ 10-15 പേര് വന്നിരുന്നു ആ സമയം പുടവ കൊടുക്കൽ ചടങ്ങിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് അവർ പോയപ്പോൾ 8 മണി ഏകദേശം കഴിഞ്ഞു. പിന്നെ ഭക്ഷണം കഴിച്ചു വന്നപ്പോൾ ബ്യൂട്ടീഷ്യൻ ചേച്ചി വന്ന് മൈലാഞ്ചി ഇടാൻ വിളിച്ചുകൊണ്ട് പോയി. അത് വിട്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മ വന്നിരുന്നു. കിച്ചു, കുറെ നേരമായി മോള് ഇങ്ങനെ ഇരിക്കുന്നു. പോയി കിടന്നുറങ്ങിക്കോളൂ. നാളെ നേരത്തെ എഴുന്നേൽക്കണ്ടേ? ഇപ്പൊ തന്നെ മണി 10 കഴിഞ്ഞു. ആ, ശരി അമ്മേ. ഇന്ദു തിരിഞ്ഞ് അടുക്കളയിലേക്ക് പോയി. എല്ലാവരും പല സ്ഥലങ്ങളിലായി ഉറങ്ങാൻ സ്ഥാനം പിടിച്ചു. ബാക്കിയുള്ളവർ സദ്യപുരയിലും. കൃഷ്ണ മുകളിലേക്ക് പോകാനായി തിരിഞ്ഞു.
കിച്ചു. അവൾ വിളി കേട്ട് തിരിഞ്ഞു നോക്കി. ഗോവിന്ദ് അവളുടെ അരികിലേക്ക് വന്നു. എന്താ ഗോവിചേട്ടാ? കിച്ചു, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ ഗോവിചേട്ടാ, എന്താ പറയാനുള്ളത്? അത് ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല. നീ കുളിപ്പരയുടെ അവിടേക്കൊന്ന് വരുമോ? അത് എന്തിനാ അവിടേക്ക് പോണേ? ചേട്ടൻ എന്തായാലും ഇവിടെ വെച്ച് പറഞ്ഞു. അല്ലെങ്കിൽ മുകളിലേക്ക് പോകാം. അവിടെ നിന്നായാലും പറയാമല്ലോ. കിച്ചു, അത് അത് പറ്റില്ല. നീ കുളപ്പുരയിലേക്ക് വാ, ഞാൻ അവിടെ ഉണ്ടാവും. പ്ലീസ് കിച്ചു, അത്യാവശ്യമാണ്, വരാതിരിക്കരുത്. അവൻ അതും പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി. കൃഷ്ണ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു. പിന്നെ ഗോവിന്ദ് പോയ വഴി അവളും നടന്നു. കുളപ്പുരയുടെ വാതിലിനടുത്ത് ഗോവിന്ദ് നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ അവന്റെ അടുത്തേക്ക് ചെന്നു. എന്താ ഗോവിച്ചേട്ടാ, എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ചേട്ടൻ എന്താ എന്നോട് പറയാനുള്ളത്? കിച്ചു, എനിക്കല്ല നിന്നോട് സംസാരിക്കാനുള്ളത്. നിന്നോട് സംസാരിക്കേണ്ട ആൾ കുളപ്പടവിൽ ഇരിക്കുന്നുണ്ട്. നീ അങ്ങോട്ട് ചെല്ല്. ആരാ ചെറുക്ക? ഏ ആർക്കാ എന്നോട് സംസാരിക്കാനുള്ളത്? അതും ഈ നേരത്ത്? എനിക്ക് പറ്റില്ല, ഞാൻ പോവാ. അവള് തിരിഞ്ഞ് പെട്ടെന്ന് നടന്നു. കിച്ചു പ്ലീസ്, പോവല്ലേ. അയാൾക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോ. ഇല്ലെങ്കിൽ ചിലപ്പോൾ നിനക്കതിന് കഴിയാതെ പോവും. പ്ലീസ് കിച്ചു, ഞാൻ നിന്റെ കാല് പിടിക്കാം. പോവല്ലേ കിച്ചു. അവൾ അവനെ തിരിഞ്ഞു നോക്കി. അയാളുടെ കണ്ണുകൾ ആ നിമിഷം നിറഞ്ഞിരുന്നു. പ്ലീസ് കിച്ചു, ഒരു പ്രാവശ്യം അവന് പറയാനുള്ളത് കേക്ക്. കിച്ചു പ്ലീസ്. ഓ ശരി. അവള് കുളപ്പടവിലേക്ക് ഇറങ്ങി. ആരുടെയോ കാലോച്ച കേട്ട് ഗോവിന്ദ് പെട്ടെന്ന് കുളപ്പുരയുടെ വാതിൽ അടച്ചു കുറ്റിയിട്ട് പുറത്തേക്ക് നടന്നു. കിരൺ നടന്നു വരുന്നത് കണ്ട് അവന്റെ അടുത്തേക്ക് ചെന്നു. ഗോവിന്ദേട്ടാ, വേഗം വന്നേ. വല്യച്ഛനൊരു നെഞ്ചുവേന. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഞാൻ ഹരിയേട്ടനെ അന്വേഷിച്ച് ഇവിടെങ്ങ് നോക്കി, ആളെ കാണാനില്ല. ഏട്ടൻ കണ്ടോ ഹരിയേട്ടനെ? ഗോവിന്ദ് ഒരു നിമിഷം കുളപ്പടവിന്റെ വാതിലിലേക്ക് നോക്കി. എന്നിട്ട് കിരണിനോടായി പറഞ്ഞു. ഞാൻ കണ്ടില്ല. ഞാനും അവനെ അന്വേഷിച്ച് വന്നതാ. ഇവിടെ എങ്ങും കാണാനില്ല. നീ വാ, വണ്ടി എടുക്കാം. അവൻ വേഗം കിരണിനെയും കൂട്ടി പോയി. ഇതേ സമയം കുളപ്പടവുകൾ ഇറങ്ങി വന്ന കൃഷ്ണ അവിടെ ഒരാൾ പുറം തിരിഞ്ഞ് കുളത്തിലേക്ക് നോക്കിയിരിക്കുന്നത് കണ്ടു. അയാളുടെ അടുത്ത് മദ്യക്കുപ്പിയും. അവൾക്ക് പേടി തോന്നിയെങ്കിലും അയാളുടെ പിന്നിൽ ചെന്നവളൊന്ന് മുരടനക്കി. അവൾ ശബ്ദം വെച്ചതും അയാൾ അവളെ തിരിഞ്ഞു നോക്കി. ആ നോട്ടത്തിൽ അവൾ ഞെട്ടിപ്പോയി. അവളുടെ ചുണ്ടുകൾ അറിയാതെ വിളിച്ചുപോയി, ഹരിയേട്ടൻ. അപ്പോ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ഭാഗവുമായി നമുക്ക് വേഗത്തിൽ കാണാം. നന്ദി.